എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനീഷ്. QVC ഖത്തർ വിസ സെൻറ്റർ അതുമായിട്ട് ബന്ധപ്പെട്ട പുതിയ ചില അപ്ഡേറ്റുകൾ 2025 അവസാനത്തോടു കൂടിയുള്ള പുതിയ ചില അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾ വിസ അപേക്ഷിക്കുന്നത് മുതൽ നിങ്ങൾ ഖത്തറിലെത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുക. ഇഷ്ടമുള്ളവർ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കാര്യത്തിലേക്ക് വരാം. ഇന്ത്യയിലെ ഏകദേശം 5ഓളം ഖത്തർ വിസ സെൻറ്ററുകളാണുള്ളത്. ഖത്തറിലേക്ക് പോകുന്നെങ്കിൽ നമ്മൾ അവിടെ പോയിട്ടാണ് നമുക്ക് മെഡിക്കൽ എടുക്കേണ്ടത്. മലയാളികൾക്ക് എറണാകുളം, കൊച്ചി, ലുലു മാളിൻ്റെയൊക്കെ അടുത്തായിട്ട് ഒരു ഖത്തർ വിസ സെൻ്ററുണ്ട്. അവിടെയാണ് നമ്മൾക്ക് മെഡിക്കൽ എടുക്കേണ്ടത്. അപ്പോൾ അതിന് ആദ്യത്തെ പ്രോഗ്രസ് എന്ന് പറയുന്നത് നമ്മൾ ഖത്തറിലേക്കൊരു വിസയ്ക്ക് അപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്കൊരു സ്പോൺസർ ഉണ്ടാവും. ആ വ്യക്തി ആദ്യമേ തന്നെ നമുക്ക് വേണ്ട ഒരു വിസ അപേക്ഷിക്കും. അവിടെ നിന്ന് നമുക്ക് ഒരു മെഡിക്കലിനുള്ള ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ലഭിക്കും. ഒരു ഡേറ്റ് അവരിട്ട് തരുന്നതാണ്. അതിന് സാമ്പത്തികപരമായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. അവർ തന്നെയാണ് അതിന് പൈസ അടയ്ക്കുന്നത്. അടച്ചു കഴിയുമ്പോൾ ഒരു ഡേറ്റ് ലഭിക്കും. അത് അവർ നമുക്ക് അയച്ചു. ആ പേപ്പറുമായിട്ടാണ് നമ്മൾ ഈ വിസ സെൻറ്ററിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ പറയുന്ന വിസ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. എവിടെ നിന്ന് വരുന്നവർക്കാണെങ്കിലും ഇടപ്പള്ളി ബൈപ്പാസ് വഴി വന്ന് തിരുവനന്തപുരത്തു നിന്നും മറ്റും വരുന്നവർക്ക് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ചങ്ങമ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷൻ എത്താം. ആ രീതിയിൽ തന്നെ എല്ലാവർക്കും വളരെ എളുപ്പം തന്നെ എത്തിപ്പെടാൻ സാധിക്കുന്നതാണിത്. പിന്നെ നമുക്കൊരു ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ പല വീഡിയോസിലും ഞാൻ കണ്ടിരുന്നു. നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പെല്ലാം എന്നുള്ളത്. നമ്മൾ എത്ര നേരത്തെ എത്തിയാലും ശരി, 5 മിനിറ്റ് മുമ്പ് മാത്രമേ നമ്മളെ അവർ അകത്തോട്ട് കയറ്റി വിടുകയുള്ളൂ. എത്ര നേരത്തെ എത്തിയാലും. പിന്നെ തിരക്ക് കുറച്ച് നേരത്തെ അവിടെ എത്തുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. എങ്ങനെ ഇരുന്നാലും പുറത്ത് വെയിറ്റ് ചെയ്യാനേ ഉള്ളൂ. കൃത്യം 5 മിനിറ്റ് മുമ്പ് അവിടെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി ഉണ്ട്. അവിടെ കൊണ്ട് പേപ്പർ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ടൈം അതിൻ്റെ ഉള്ളിലുണ്ടാവും. 5 മിനിറ്റ് മുമ്പ് ഇങ്ങോട്ടേക്ക് വരിക എന്ന് മാത്രമേ പറയുകയുള്ളൂ. വേറെ ഒരു പേപ്പറും അവരവിടെ ആവശ്യപ്പെടുകയില്ല. കൃത്യം 5 നമുക്ക് അവിടെ ചെന്ന് കയറാം. കൂടെ ആരെയും അകത്തേക്ക് കയറ്റി വിടുന്നതല്ല. പരിപാടിയെന്ന് വേണം. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ബാഗ് കാര്യങ്ങൾ വെക്കാനായിട്ട് ഒരു ക്യാബിൻ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ വെക്കാം. കൂടാതെ നമ്മുടെ പേഴ്സ് ഇവയെല്ലാം അവർ മേടിച്ച് വെക്കും. അതിനായിട്ടൊരു ലോക്കർ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ആ ലോക്കറിലേക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് വെക്കാവുന്നതാണ്. അത് വെച്ച ശേഷം ലോക്ക് ചെയ്ത് താക്കോൽ നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ മെഡിക്കലിൻ്റെ പേപ്പർ മാത്രമേ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഫോണൊന്നും നമുക്ക് ഉണ്ടാകുകയില്ല. ഓരോരുത്തർക്കും ഓരോ അപ്പോയിൻമെൻറ്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അകത്തൊരു രീതിയിലും തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓരോ ടൈമിങ്ങിനനുസരിച്ച് എല്ലാ പരിപാടികളും കഴിഞ്ഞ് പുറത്തേക്ക് നമുക്ക് പോരാവുന്നതാണ്. ഏകദേശം 1.5 മണിക്കൂറിനടുത്ത് പ്രോഗ്രസ് നമുക്കകത്തുണ്ടാവും. ഓരോ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ആദ്യമേ തന്നെ അവിടെ ഒരു ഓഫീസിൻ്റെ അവിടെ ഹോളിൽ പോയി വീണ്ടും തിരിച്ച് ഫ്രണ്ട് ഓഫീസിലേക്ക് നമ്മൾ വീണ്ടും നമ്മുടെ പേര് വിളിക്കും. അകത്തു നിന്നും ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ പേര് വിളിച്ച് കഴിയുമ്പോൾ ആദ്യമേ തന്നെ പുറത്തേക്ക് ഇറങ്ങി വരണം. അവിടെ ഫ്രണ്ട് ഓഫീസിൽ നമുക്ക് ആദ്യമേ തന്നെ ഒരു വോഡാഫോണിൻ്റെ ഒരു സിം കാർഡ് കമ്പനി നൽകുന്നതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ആ സിം കാർഡ് ഇട്ട് യൂസ് ചെയ്യാം. കൂടാതെ സിം കാർഡിന് ഔട്ട് ഗോയിങ് കോൾ പോകുന്നതാണ്. ഇല്ല, നമ്മളാർക്കും വിളിക്കാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ആരെങ്കിലുമൊക്കെ അറിയിക്കണം. ആ സിം ഇട്ട ശേഷം നമുക്ക് വിളിക്കാൻ സാധിക്കും. പിന്നീട് ഇവിടെ വന്ന് റീചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് സൗജന്യമായിട്ട് തന്നെ വോഡാഫോണിൻ്റെ ഒരു സിം നമുക്ക് ആദ്യം നൽകും. ഇത് കൂടാതെ അൽദാർ എക്സ്ചേഞ്ചിൻ്റെ ഒരു മണി ട്രാൻസ്ഫറിങ് കാർഡ് കൂടി അവർ നമുക്ക് നൽകുന്നുണ്ട്. നാട്ടിൽ
വിദേശത്ത് നിന്ന് നമ്മൾ പണം നാട്ടിലേക്ക് അയക്കാനായിട്ട് ആദ്യത്തെ ട്രാൻസാക്ഷൻ ഈ കാർഡ് കൊടുത്താൽ നമുക്ക് സാധിക്കും. ഈ രണ്ട് സാധനങ്ങളാണ് ആദ്യമേ തന്നെ വിളിക്കുമ്പോൾ നമുക്കവർ നൽകുന്നത്. ഇത് രണ്ടും നമ്മൾ ജസ്റ്റ് കൈപ്പറ്റി വീണ്ടും നേരത്തെ ഇരുന്ന അതേ സ്ഥലത്ത് തന്നെ പോയിരിക്കുക. ഫ്രണ്ടിൽ സ്ക്രീനിൽ ഓരോ കാര്യങ്ങൾ അവിടെ എഴുതി വരുന്നുണ്ട്. നമ്പർ സ്ഥാനത്തിൽ എഴുതി വരുന്നുണ്ട്. കയ്യിൽ അതേ നമ്പർ ഉണ്ടാവും. ആദ്യമേ തന്നെ രണ്ടാം നമ്പർ മുറിയിലേക്ക് നമ്മൾ വിളിക്കും. ഓരോ ഫിംഗറുകൾ അവർ ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും പഴയ സ്ഥലത്ത് വന്നിരിക്കും. പിന്നീട് മൂന്നാമത്തെ നമ്പറിലേക്ക് നമ്മുടെ പേരുകൾ ഉച്ചത്തിൽ അവർ വിളിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് സ്ക്രീനിൽ തെളിഞ്ഞു വരും എങ്കിൽ പോലും അവർ വിളിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ കൈയുടെ ഉൽപ്പത്തി അതെല്ലാം അവർ ഫിംഗർ ചെയ്യും. അത് ഇവിടുത്തെ ഖത്തർ ഗവൺമെൻറ് നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള സാലറി സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് സാലറി എത്രയാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നതെന്ന് അവർ നമ്മളോട് വെളിപ്പെടുത്തും. അത് നമുക്ക് ഓക്കെ ആണെങ്കിൽ സ്ക്രീനിൽ നോക്കി ഇങ്ങനെ തമ്പ് ഇംപ്രഷൻ കാണിക്കാൻ പറയും. അതിൻ്റെ ഒരു ഫോട്ടോയും അവരെടുക്കും. അവിടെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ എല്ലാം അവരെടുക്കുന്നത്. അതെല്ലാം എടുത്ത ശേഷം വീണ്ടും തിരിച്ച് പഴയ സ്ഥലത്ത് നമ്മൾ വിളിക്കാൻ പറയും. അവിടെ വീണ്ടും വന്നിരുന്ന ശേഷം നമ്മുടെ ഫ്രണ്ടിൽ തന്നെ, നമ്മൾ ആദ്യമേ പോയിരുന്നതെല്ലാം ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഏജൻറ്റ് അവിടെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടാവും. അതിലേക്ക് നമ്മളെ വിളിക്കും. മുമ്പ് വിദേശത്ത് പോയിരുന്നോ, ഖത്തറിൽ അവിടെ ആയിരുന്നോ, ആദ്യമായിട്ടാണോ പോകുന്നത്, നമുക്ക് ആവശ്യമുണ്ടെന്നാണെങ്കിൽ ഒരു ഇൻഷുറൻസ് നമുക്ക് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. താല്പര്യമുണ്ടെങ്കിൽ മാത്രം അവ നമ്മൾ എടുത്താൽ മതിയാകും. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അവർ പറയുന്നത് നമുക്ക് ഉപകാരപ്രദമാണെന്ന് നമുക്ക് തോന്നിയാൽ വേണ്ടവരത് എടുക്കുക, ഇല്ല ഞാനിപ്പോൾ നോക്കുന്നില്ല എന്ന രീതിയിൽ തിരിച്ച് വീണ്ടും പഴയ സ്ഥലത്ത് വന്നിരിക്കാവുന്നതാണ്. ഈ ഒരു 3 പ്രക്രിയ കഴിയുന്നതോടുകൂടി തന്നെ നമ്മുടെ ആദ്യ റൗണ്ട് അവിടെ നമുക്ക് പൂർത്തിയാകും. നമ്മുടെ ഫിംഗറുകൾ എടുത്തു, നമ്മുടെ സാലറി നമ്മളോട് പറഞ്ഞവർ തന്നു, ഇതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ ടെസ്റ്റ് എടുത്തു, ഇതിന് ശേഷം ഈ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതോടെ ആദ്യ റൗണ്ട് നമ്മൾ പൂർത്തിയായി നമ്മൾ വീണ്ടും പുറത്തു വന്നിരിക്കും. അതിന് ശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിലുള്ള മറ്റൊരു റൂമിലേക്ക് നമ്മൾ കടന്നു പോകണം. നമ്മൾ മാസ്ക് ഉള്ളത് നല്ലതാണ്, എങ്കിലും മാസ്ക് കൊണ്ടുപോയില്ലെങ്കിലും അവർ അവിടുന്ന് മാസ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെന്ന ഉടനെ തന്നെ നമുക്ക് മാസ്ക് തരും. ആ മാസ്ക് ഇട്ട ശേഷം വേണം നമ്മൾ അതിനകത്തേക്ക് കിടക്കാൻ. അവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മെഡിക്കലും കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ ഒരു സ്ലിപ്പ് തരും. നമ്മുടെ നമ്പർ ആ സ്ലിപ്പിലുണ്ടാവും. അത് നോക്കി വേണം നമ്മൾ പോകാനായിട്ട്. ഓരോ ഡോറിൻ്റെയും മുകളിൽ എഴുതിയിട്ടുണ്ടാവും നേഴ്സിംഗ് റൂം, ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് റൂം, എക്സ്റേ റൂം. എല്ലാത്തിനും സെപ്പറേറ്റ് ടെലിവിഷനാണ് അവിടെ വെച്ചിരിക്കുന്നത്. നമ്മളിരിക്കുന്നതിന് മുൻപിലുള്ളത് ഹെഡ്ലൈൻ എന്താണ് എഴുതിയിരിക്കുന്നത് നമ്മൾ വായിച്ച് നോക്കുക. നേഴ്സിങ്ങിനാണെങ്കിൽ നേഴ്സിംഗ്, കാരണം ആദ്യമേ ഒരുപാട് സീറ്റുകളുള്ളതുകൊണ്ട് മറ്റേ അങ്ങേയറ്റത്ത് പോയി എക്സ്റേയുടെ അവിടെ പോയിരുന്ന ശേഷം ഇവിടുത്തെ നമ്പർ വരും എന്ന് വിചാരിച്ചിരുന്നാൽ കാര്യം നടക്കും. അപ്പോൾ ആദ്യമേ അവിടെ പോയിരിക്കുക. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മളവിടെ പോയിരിക്കുക. നമ്മുടെ നമ്പർ വരും. നമ്പർ വന്ന പാട് അവർ നമ്മളകത്തേക്ക് ക്ഷണിക്കും. ഉടനെ നമ്മുടെ വെയിറ്റ്, നമ്മുടെ ഹൈറ്റ് അവർ ചെക്ക് ചെയ്യും. നമ്മുടെ പ്രഷർ ചെക്ക് ചെയ്യും. അതിനെല്ലാം ശേഷം 2 വാക്സിൻ നമുക്ക് എടുക്കും. ഒന്ന് TT പോലുള്ളൊരു വാക്സിനും മറ്റു 2 വാക്സിനുകളാണ് നമുക്ക് അവരെടുക്കുന്നത്. എന്നുള്ളതല്ല, നോർമലി നമ്മുടെ ബോഡിക്ക് ഉപകാരപ്രദമാകുന്നത് തന്നെയാണ്. അപ്പോൾ ആ 2 വാക്സിനുകൾ എടുത്ത ശേഷം നമുക്ക് വീണ്ടും പുറത്തേക്ക് വന്നിരിക്കാം. പുറത്തേക്ക് വന്നിരുന്ന ശേഷം തൊട്ടടുത്ത ഇരുന്ന സ്ഥലത്തിരിക്കുക. അടുത്തത് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ ചെന്നിരിക്കാൻ പറയും. അവിടെ പോയിരിക്കുക. സ്ക്രീനിൽ നമ്മുടെ നമ്പർ തെളിയുന്നുണ്ടോയെന്ന്. ആ സ്ക്രീനിൽ ഡോക്ടറിൻ്റെ നമ്പർ തെളിഞ്ഞു കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് കയറുക. അദ്ദേഹം റൂമിലുള്ള ബോഡി ചെക്കിങ് കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. വന്നിരിക്കാൻ നമ്മളോട് അവർ പറയും. പുറത്ത് വന്നിരിക്കുക. വന്നിരുന്ന ശേഷം എടുക്കാനായിട്ട് നമ്മളെ കൊണ്ടുപോകും. അവിടെയും ഈ റൂമിൻ്റെ പുറത്ത് ഇതേപോലെ നിൽക്കുന്നത്. എക്സ്റേ എടുത്ത ശേഷം ഈ പറഞ്ഞ എല്ലാ പ്രോഗ്രസ്സും, ഈ ഒരു 3 പ്രോഗ്രസ്സും മാത്രമേ ഉള്ളിൽ നമുക്കുള്ളൂ. ഈ 3 കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പുറത്തേക്ക് പോരാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ആൾ നിൽപ്പുണ്ടാവും. ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ, ഇവിടെ നടന്ന പ്രക്രിയകൾ നമ്മൾ ഓക്കെ ആണോ,
ഇരിക്കുന്ന ഒരു മെഷീൻ അവിടെയുണ്ട്. അതിൻ്റെ ഓരോന്ന് നമ്മൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന രീതിയിൽ ടച്ച് ചെയ്ത് ചെയ്യാനായിട്ട് അവർ നമ്മളോട് ആവശ്യപ്പെടും. ഇത് കൂടാതെ QVC-യുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എന്തുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെയുള്ള പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് അവിടെ വെച്ച് നമുക്ക് പറയാവുന്നതാണ്. അങ്ങനെയുള്ള 2-3 ചെറിയ ചെറിയ മെഡിക്കൽ കാര്യങ്ങൾ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂ. ഇതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളോട് അവർ പറയും സ്വാഭാവികമായിട്ടും ഒരു മണിക്കൂർ കൂടി പുറത്ത് എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. വെയിറ്റിംഗ് ഏരിയ ഒന്നുമില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എവിടെയെങ്കിലും ഒരു 1/2 കിലോമീറ്റർ ലൊക്കേഷനുള്ളിൽ നമ്മൾ ഉണ്ടാവുക എന്ന് പറയും. കാരണം എന്തെങ്കിലും ചെയ്ത മെഡിക്കലുകൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഉണ്ടെന്നാണെങ്കിൽ ഒരു ടെസ്റ്റ് വിളിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് അടുത്തെങ്കിലൊക്കെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്താൽ മതിയാവും. 1 മണിക്കൂർ 2 മണിക്കൂർ മാക്സിമം 3 മണിക്കൂർ ഹോൾഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മളൊരു സുഹൃത്തിനെ വിളിച്ചത് ഏകദേശം ഒരു 2.5 മണിക്കൂറിന് ശേഷം പുള്ളിനെ വിളിച്ചത്. എനിക്കൊന്നും പ്രത്യേകിച്ച് കോളൊന്നും വന്നിരുന്നില്ല. അത് എക്സ്റേയിൽ ചെറിയൊരു വേരിയേഷൻ കണ്ടെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി വിളിച്ചത്. കൂടാതെ അവർ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മെഡിക്കലിൻ്റെ പ്രോഗ്രസ് എവിടെ വരെ ആയി എന്ന് അറിയിക്കാൻ QMCയുടെ ഒരു ആപ്പ് നമ്മളോട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറയും. QMC ആപ്പിൽ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോഴുള്ള അപ്ഡേഷൻ 2 ദിവസത്തിനുള്ള അപ്ഡേഷൻ അറിയിക്കുക എന്നുള്ളത് മാത്രമേ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഈ ഒരു 3 മണിക്കൂർ വെയിറ്റിങ്ങിന് ശേഷം നമുക്ക് തിരിച്ച്, അപ്പോൾ അതിനർത്ഥം ഈ ആപ്പിലൂടെ നമുക്ക് അന്ന് മുതൽ തന്നെ മെസ്സേജ് വരും. വൈകിട്ട് ഒരു 5 മണി 5:30ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മെഡിക്കൽ പ്രോഗ്രസ് എല്ലാം പൂർത്തിയായി, ഇത് ഖത്തർ എംബസിക്ക് കൈമാറുന്നു എന്നുള്ളൊരു മെസ്സേജ് അടുത്ത ദിവസം നമുക്ക് വരും. എൻ്റെ ഫോണിൽ വന്ന കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കൈമാറും. ആ ഒരു മെസ്സേജും കണ്ടു. പിന്നീട് ഫുള്ള് വരുന്നത്, കാരണം മെഡിക്കൽ പാസ്സായോ, എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് എവിടെ, ഒരു 3-4 ദിവസമായല്ലോ, റിപ്പോർട്ട് കാണുന്നില്ലല്ലോ, ഇത് എവിടെയാണ് എന്നൊക്കെയുള്ള ടെൻഷൻ. അതാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പ്രത്യേകിച്ച് മെഡിക്കൽ എടുത്ത സ്ഥലത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ വൈകുന്നേരം 2-3 മണിക്കൂറിനുള്ളിൽ മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ടെസ്റ്റ് പിന്നെ അത് ഖത്തർ എംബസിക്ക് അവർ കൈമാറി. പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അവിടെ, അതിവിടെ കൊച്ചിയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ QVC-യുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഇവിടെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്തത് ഒരേ ഒരു ഓഫീസിലാണ്. പക്ഷേ ആ അങ്ങോട്ട് പോകുന്നത് പല ഓഫീസുകളിലായിട്ടാണ്. നമ്മൾ മെഡിക്കൽ എടുത്തതിൽ ടെസ്റ്റ് എടുത്തത് കണ്ണിൻ്റെ ഹോസ്പിറ്റലിലേക്കും, ഫിംഗർ എടുത്തത് ഫിംഗറിൻ്റെ സെൻറ്ററിലേക്കും, ബ്ലഡ് അവരെടുത്തിരുന്നു 4 ടിന്നുകളെ, അവയുടെ റിസൾട്ട് എല്ലാം പോകുന്നത് അതിൻ്റെ ഹോസ്പിറ്റലിലേക്കും, അങ്ങനെ എല്ലാം പല സ്ഥലങ്ങളിലേക്കാണ്. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാൻ മിനിമം ആഴ്ച വേണം, കൺഫേം 2 ആഴ്ച വേണം. കാരണം കിട്ടാത്തത് കൊണ്ട് നമ്മൾ ടെസ്റ്റ് പാസ്സാകാത്തതാണോ, എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നറിയാൻ ഉള്ള ടെൻഷൻ നമുക്ക് നല്ല പോലെ വരും. അതാണ് ഏറ്റപ്പെട്ട കാര്യം. 2 ആഴ്ച എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം പേപ്പർ കിട്ടുന്നില്ലല്ലോ, ഞാൻ ഫെയിൽഡായോ അല്ലെങ്കിൽ പാസ്സായി എന്നുള്ള റിപ്പോർട്ട് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ. ഈ പേപ്പറുകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് സിസ്റ്റത്തിൽ ഖത്തറിൻ്റെ ആപ്പിൽ കയറി moi.gov.qa എന്ന ആപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് നമ്പറോ അല്ലെങ്കിൽ മെഡിക്കൽ എടുത്തപ്പോൾ മുകളിലായിട്ട് നമുക്ക് അപ്പോൾ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വരെയുള്ള നമ്മൾ പ്രോഗ്രസ് എന്താണ് എന്ന് നമുക്ക് കൊച്ചിയിൽ നിന്നും ആ പേപ്പർ ഖത്തറിലേക്ക് പോയി കഴിഞ്ഞാൽ അണ്ടർ പ്രോഗ്രസ് എന്ന് മാത്രമേ കാണിക്കുകയുള്ളൂ. അതിവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വിസ അടിക്കുന്നത് വരെ ഇത് തന്നെ കാണിക്കും. അതിടയ്ക്ക് നമ്മൾ ഈ പറഞ്ഞില്ല, ഓരോ ഡെയിലി ഓരോ തവണ കയ്യിൽ സിസ്റ്റം ഉണ്ടെന്നാണെങ്കിൽ കാണിക്കുന്നില്ല. ഞാൻ പലതവണ നോക്കിയിരുന്നു, കമ്പ്യൂട്ടറിലാണെങ്കിലും മാത്രമാണ് അത് കാണിക്കുന്നത്. വിസ അണ്ടർ പ്രോഗ്രസ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കും. ഞാൻ അതിനുശേഷം അവിടെ ഖത്തറിലുള്ള കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞിരുന്നത് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഒരെണ്ണം പാസ്സായിട്ടുണ്ട്, അടുത്ത പേപ്പർ വന്നില്ല, കണ്ണിൻ്റെ ടെസ്റ്റ് റിസൾട്ട് വന്നിട്ടില്ല, ബ്ലഡിൻ്റെ വന്നിട്ടുണ്ട്, ഓക്കെയാണ് എന്നാണ് അവർ പറയുന്നത് ഓരോന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ.
എല്ലായിടത്തെയും പേപ്പറുകൾ ഒന്നിച്ച് കിട്ടിയ ശേഷം മാത്രമേ നമുക്കിത് സാങ്ഷൻ ആവുകയുള്ളൂ. അതിനാണ് പറയുന്നത് 2 ആഴ്ച നിർബന്ധമായിട്ടും വെയിറ്റ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ വെയിറ്റ് ചെയ്യുക. ഈ പേപ്പറുകൾ അവിടെ ചെന്നു എല്ലാം പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ റെഡി ടു പ്രിൻ്റ് കളറിൽ തന്നെ എഴുതി കാണിക്കും, യുവർ വിസ ഈസ് റെഡി ടു പ്രിൻറ്റ്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ കമ്പനിയാണെങ്കിൽ അവർ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അല്ലാതെ മറ്റേതെങ്കിലും പർപ്പസിലാണ് പോകുന്നവരാണെങ്കിൽ അതവിടെ ചെക്ക് ചെയ്യുക. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീണ്ടും 200 ഖത്തർ റിയാൽ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ വിസയ്ക്ക് അപേക്ഷിക്കാം. ശരിക്കും പറയാം, കാരണം ടെസ്റ്റുകളെല്ലാം പാസ്സായി. പിന്നെ വിസയ്ക്ക് അവർ അപേക്ഷിക്കുന്നത്, ആ വിസയ്ക്ക് അവർ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർ ആ പൈസ അടച്ചു കഴിഞ്ഞാൽ ഇത്രയും ദിവസം നമ്മൾ കണ്ട റെഡ് കളറിൽ റെഡി ടു പ്രിൻ്റ് പിന്നീട് വിസ റെഡി വരും. അവർ പൈസ അടച്ചു എന്നാണ് അതിനർത്ഥം. അത് നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നേ ഉള്ളൂ. ഒരു പ്രിൻ്റ് എടുക്കുക, ടിക്കറ്റ് എടുക്കുക, കയറി പോരുക. യുഎസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള കാര്യമാണ്. മെഡിക്കൽ എടുത്ത ശേഷം വരുന്ന 2 ആഴ്ച വരുന്ന കാലയളവ്, ചിലത് 3 ആഴ്ച വരെയൊക്കെ നീണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് എത്തിയിട്ട് ആകെ 3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് വന്ന പുതിയ ചില അപ്ഡേഷനുകൾ വിളിക്കുക എന്നുള്ളത് കൊണ്ടാണ്. കാരണം നേരത്തെ ഞാൻ കണ്ട വീഡിയോകളിലെല്ലാം കൂടെ ആളുണ്ടാകാം, അല്ലെങ്കിൽ മൊബൈൽ കൂടെ കരുതാമെന്നൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ അതൊന്നും സാധിക്കില്ല. ഒന്നും കയ്യിൽ കൊണ്ടകത്തേക്ക് നമുക്ക് കയറാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ചില കുഞ്ഞു ചെറിയ സംശയങ്ങൾ നിങ്ങളൊന്ന് ദൂരീകരിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത്. എല്ലാവർക്കും നന്ദി.